UN നഴ്സുമാർ സമരം തുടങ്ങിയിട്ട് കുറച്ച് കാലമായി കേരളത്തിൽ. ശമ്പളം കൂട്ടാണ്ടിരുന്നത് അമല ഹോസ്പിറ്റലിലും ജൂബിലി ഹോസ്പിറ്റലിലുമാണ്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അമല ഹോസ്പിറ്റൽ അടക്കം എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ശമ്പളം കൂട്ടാന്നുള്ളത്. ആ കൂടെ മോൻ തിരിച്ചു നിൽക്കുന്ന ജൂബിലി ഹോസ്പിറ്റലാണ്. അതിന് ജൂബിലി ഹോസ്പിറ്റൽ പറയണ കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ രോഗികളുടെ ഒരുപാട് ബിൽസ് പേ ചെയ്യാറില്ല, അതുകൊണ്ടാണ് നേഴ്സുമാർക്ക് ശമ്പളം കൊടുക്കാത്തതെന്നാണ് അവർ പറഞ്ഞത്. അത് ശരിയാണ്, ജൂബിലി ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരുപാട് അവര് രോഗികളുടെ പിഴിഞ്ഞെടുക്കാറില്ല, അതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ജൂബിലി ഹോസ്പിറ്റലിൽ മെയിനിൽ തലപ്പത്തിരിക്കുന്ന ഒരു ടോണി നീലക്കാവൽ പറഞ്ഞിട്ട് ഒരു അച്ഛൻ, അദ്ദേഹം ഇന്നലെ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ ഇവിടെ UN നഴ്സുമാർ സമരം ചെയ്തപ്പോൾ രോഗികൾ ശരിക്കും പറഞ്ഞാൽ മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്തത്. അവർ പണിയെടുക്കാത്തതുകൊണ്ട് രോഗികളുടെ അവസ്ഥ എന്തായിരിക്കും, ഇവരുടെ സമരം കാരണം പോലീസുകാർ ഇവരെ അറസ്റ്റ് ചെയ്യാൻ നിന്ന് അത്ര. പക്ഷെ അത് വേണ്ട, അവർക്ക് നല്ലൊരു ഭാവിയുണ്ട്, അവർക്ക് വിദേശ രാജ്യത്ത് പോകാനുള്ളതാണ്, അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യേണ്ട പറഞ്ഞിട്ട് ഞാനാണ് തടഞ്ഞു നിർത്തിയത് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അതൊരു തെറ്റായ കാര്യമാണ്. കാരണം അവിടെ ശരിക്കും നടന്നത് UN സമരം ചെയ്തപ്പോൾ ജില്ലാ കളക്ടർ വന്നിട്ട് ഒരു ഒത്തുതീർപ്പാക്കിയിട്ട് അവര് സമരം വേണ്ടാന്ന് വെക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ചെയ്തത്. പിന്നെ എന്തിനാ ഇത്ര വലിയ കള്ളം പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നത്? അത് മാത്രമല്ല, നഴ്സുമാരുടെ ശമ്പളം കൂട്ടാത്തതിനുള്ള കാരണം ഇതാണ് എന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ അച്ഛൻ്റെ അനിയൻ തന്നെയാണ് അവിടെ CEO ആയിട്ട് വർക്ക് ചെയ്യണത്. ഇയാളുടെ ശമ്പളം 5 ലക്ഷം രൂപയാണ്. എന്തിനാ അത്രയും ശമ്പളം അയാൾക്ക് കൊടുക്കേണ്ട ആവശ്യം? ഒരാളൊന്നുമല്ല, അതുപോലെ തന്നെ എത്ര പേര് അവിടെ പണിയെടുക്കണം? 5 ലക്ഷം 4 ലക്ഷം 3 ലക്ഷമായിട്ട് ശമ്പളം വാങ്ങേണ്ട ആവശ്യം. അപ്പോൾ ഇവരുടെ ശമ്പളം കുറച്ചിട്ട് നഴ്സുമാരുടെ ശമ്പളം കൂട്ടാനും നിങ്ങൾക്ക് കഴിയുമല്ലോ. എന്തിനാ പാവങ്ങളുടെ വയറ്റത്തടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നത്? എനിക്കത് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമസ്കാരം, പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ മലയാളികൾക്ക് ഒരല്പം സന്തോഷകരവും അഭിമാനകരവുമായ ഒരു വാർത്തയിലേക്കാണ് കടക്കുന്നത്. ഈ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാകാൻ ഡോക്ടർ അനിൽകുമാർ കസഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്നാണ് ഈ ഒരു യാത്ര ആരംഭിക്കുക. ഇന്ത്യൻ സമയം രാത്രി 8:17 കസഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് സോയൂസ് MS-29 പേടകത്തിൽ യാത്രയാവുക. അപ്പോൾ ഇന്ത്യൻ അമേരിക്കൻ ഫിസിഷ്യനും എഞ്ചിനീയറും സൈനിക ഉദ്യോഗസ്ഥനുമാണ് അനിൽ മേനോൻ. 8 മാസത്തോളം ബഹിരാകാശത്ത് കഴിയും. 2 റഷ്യൻ ശാസ്ത്രജ്ഞരും ദൗത്യത്തിന്റെ ഭാഗമാകും. അപ്പോൾ പാതി മലയാളിയായ അനിൽ മേനോൻ ജനിച്ചതും വളർന്നതുമൊക്കെ അമേരിക്കയിലാണ്. എന്തായാലും ഇന്ത്യക്കാർക്ക് ഒരു വലിയ അഭിമാനകരമായ ഒരു വാർത്ത തന്നെയാണ് കേട്ടോ. അത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാകാനാണ് ഡോക്ടർ അനിൽകുമാർ ഒരുങ്ങുന്നത്. എന്തായാലും അത് അഭിമാനകരം തന്നെയാണ്, സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയിലാണ് നമ്മൾ ഒരു വാർത്തയിലേക്കാണ് ആദ്യം കാണുന്നത്. ഞാൻ ആദ്യം പണ്ടൊക്കെ കസഖിസ്ഥാൻ എന്ന് ഉദ്ദേശിച്ചപ്പോൾ ഒരു മുസ്ലിം രാജ്യമാണല്ലോ, അപ്പോൾ വലിയ വികസനമൊന്നും ഉണ്ടാവില്ല, ഇപ്പോഴത്തെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനും ഒക്കെ പോലെയാണെന്നാണ് വിചാരിച്ച്. പക്ഷെ കസഖിസ്ഥാൻ കണ്ടപ്പോൾ അവിടെ ശരിക്കും ഒരു യൂറോപ്യൻ കൾച്ചറാണ്, ആ ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത്. ഒരു ഡെവലപ്ഡ് കൺട്രിയും കൂടിയാണ്. ഈ ഒരു യാത്ര എന്തായാലും 8:17 ഇന്ത്യൻ സമയം രാത്രി 8:17 കസഖിസ്ഥാനിലെ ഈ ഒരു കോസ്മോഡ്രോമിൽ നിന്ന് യാത്ര ആരംഭിക്കുക. ആ ഒരു സമയത്താണ് ഈ ഒരു പേടകത്തിൽ യാത്രയാവുക എന്നുള്ളതാണ് അതിൽ പറയുന്ന കാര്യം. അടുത്തൊരു ന്യൂസാണ് കോഴിയിറച്ചി 200ലേക്ക്. കഴിഞ്ഞ ആഴ്ച വരെ 183 രൂപയായിരുന്നു കിലോ കോഴിയിറച്ചിക്ക് വിലയുണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ വില കൂടി 200ലേക്കായി. സാധാരണ ഈ സമയത്ത് വില കമ്മിയാവേണ്ടതാണ്, കാരണം ഈ സമയത്ത് കൂടുതലും കോഴിപ്പനി വരുന്ന ഒരു ടൈമാണ്. അതെന്തായാലും വന്നിട്ടില്ല, എന്തായാലും 200ആയി. പച്ചമീനിന് വിലയാണെന്ന് കരുതി അല്പം കോഴിയിറച്ചി വാങ്ങാമെന്ന് വെച്ചാൽ അതും നടക്കില്ല. വില 200ലേക്ക് അടുത്ത്. വീട്ടിലേക്ക് ശരാശരി 2 കിലോ തൂക്കമുള്ള ഒരു കോഴിയെ വാങ്ങണമെങ്കിൽ 400 രൂപയ്ക്ക് മുകളിൽ കൊടുക്കണം. 192 മുതൽ 195 രൂപ വരെയാണ് ജില്ലയിലെ ഇറച്ചിക്കോഴി വില. ഒരാഴ്ച കൊണ്ട് 30 രൂപയിലധികം കൂടിയെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഓരോ ദിവസം വരുന്ന ലോഡിന് 5ഉം 10ഉം രൂപയുടെ വ്യത്യാസമാണ് ഉള്ളത്. നമ്മുടെ മലയാളികൾ എപ്പോഴും മീനോ അല്ലെങ്കിൽ കോഴിയോ ബീഫോ എപ്പോഴും ഉൾപ്പെടുത്തണ ഒരു മലയാളികളാണ്. ഒരു ഭക്ഷണം ഇപ്പൊ കാര്യമായിട്ടില്ല. വെജിറ്റേറിയൻ അത്യപൂർവമായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ കഴിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വില കൂടുമ്പോൾ ആൾക്കാർക്ക് ഭക്ഷണം അടക്കം കമ്മിയാക്കേണ്ട ഒരു അവസ്ഥയാണ്. അതെ, കോഴി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ബീഫ് ഇല്ലെങ്കിൽ എങ്ങനെ കഴിക്കും? അത് ഒരു വലിയ ചോദ്യമായിട്ട് മലയാളികൾക്ക് മുന്നിൽ നിൽക്കുകയാണ്. അതുപോലെ കേരളത്തിൽ എല്ലാ തീന്മേശകളിലും ഉള്ള വിഭവം തന്നെയാണ്. എന്തെങ്കിലും ഒരു ഇറച്ചിക്കറി ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കാത്ത, ഭക്ഷണം ഇറങ്ങാത്ത ആളുകളുണ്ട്. ചിലർക്ക് ചാറെങ്കിലും മതി എന്നുള്ള ഒരു ധാരണയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തോടെ ഇരിക്കുന്ന ആളുകൾക്ക് മുന്നിലേക്ക് കോഴിയിറച്ചിക്ക് ഇത്രയും വില അല്ലെങ്കിൽ വില കൂടുന്നു എന്നുള്ളത് അത് അവരെ സംബന്ധിച്ച് വലിയ ഒന്നാമത്തെ കാര്യം കുത്തിവെപ്പും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോഴിയാണ് വരുന്നത്. അതിന്റെ കൂടെ വില കൂടി കൂടുമ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ. എന്തായാലും ശരീരത്തിന് അത്ര നല്ലതല്ല നമ്മൾ ഈ കഴിക്കുന്ന കോഴിയിറച്ചി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ കൂടി വില കൂടി കൂടുമ്പോൾ പറയേണ്ടതില്ലല്ലോ. എന്തായാലും
അതാണ് കോടിയിറച്ചിയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു വാർത്ത. ബീഫ് വാങ്ങാൻ പറഞ്ഞാൽ അതിനും ഉണ്ട് 300 രൂപ കിലോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഗൗരവകരമായ വാർത്തയിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വീണ്ടും കലങ്ങിയ ഹോർമുസ് എന്നുള്ളതാണ് ഇന്ന് മലയാള മനോരമയുടെ മെയിൻ സ്റ്റോറി. നിയന്ത്രണം ഏറ്റെടുത്തെന്നും ഹോർമുസിൽ 20% ട്രോൾ ഏർപ്പെടുത്തുമെന്നും അവകാശപ്പെട്ട് ട്രംപ് ഇന്നലെ പറഞ്ഞിരുന്നു. അത് ഹോർമുസിന്റെ നിയന്ത്രണം അത് തങ്ങൾക്കാണെന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം പറഞ്ഞത്. അത് അവകാശവാദമായിട്ട് ഉന്നയിക്കുകയാണെന്നുള്ള രീതികളിലാണ് ഇന്നലെ വാർത്തകൾ വന്നത്. അപ്പോൾ പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമായിരിക്കുകയാണ്. ഇതോടെ രാജ്യാന്തര എണ്ണ വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് വില 5% വർദ്ധിച്ച് ബാരലിന് $80 നേരത്തെ ഇറാൻ US സംഘർഷത്തെ തുടർന്ന് $125 വരെ ഉയർന്ന വില സമാധാന കരാർ ഒപ്പിട്ടതോടെ $70 ആയിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു എണ്ണ വില വർധനവിലേക്ക് കടക്കും, ആഗോള വിപണി വലിയ പ്രതിസന്ധി നേരിടും, അതൊരു താളം തെറ്റാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ ഇന്നലെ രാവിലെ പറഞ്ഞ കാര്യമാണ്. അത് തന്നെയാണ് ഇന്നിപ്പോൾ വാർത്തയായിട്ടും വന്നിട്ടുള്ളത്. അതായത് വില കൂടി അതിപ്പോൾ ബാരലിന് ഇപ്പോൾ $80 ആയിരിക്കുകയാണ്. അപ്പോൾ ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം 2 ദിവസമായി നാമമാത്രമാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയെ അപേക്ഷിച്ച് കപ്പൽ നീക്കം 52% കുറഞ്ഞിട്ടുണ്ട്. നാമമാത്രമായിട്ടാണ് അതിലെ കപ്പൽ കടത്തിവിടുന്നത്. ഇപ്പോൾ ഈ ആക്രമണം നമുക്ക് ഉണ്ടായ സാഹചര്യത്തിൽ അത് ഹോർമുസ് അവിടെ അടച്ചു എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. 60 ദിവസം ഹോർമുസ് തുറക്കാനും ആക്രമണം നിർത്താനുമായി US-ഉം ഇറാനും കഴിഞ്ഞ മാസം ഒപ്പിട്ട ധാരണാപത്രം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഈ സംഘർഷം ഉണ്ടായിട്ടുള്ളത്. അതേസമയം ചർച്ചയുടെ വാതിൽ അടഞ്ഞിട്ടില്ലെന്ന് US ഇറാൻ കേന്ദ്രങ്ങൾ സൂചന നൽകിയിട്ടുണ്ട്. ഇതിപ്പോൾ അടയ്ക്കുന്നു തുറക്കുന്നു ഒരു വ്യക്തതയില്ലാത്ത കാര്യമാണ്. മാത്രമല്ല എന്തിനാണ് ഈ ധാരണാപത്രങ്ങൾ എന്നുള്ളതാണ്. അതായത് കരാർ ഒപ്പിടുന്നു അല്ലെങ്കിൽ ഒപ്പിട്ടു കുറച്ച് കഴിയുമ്പോൾ അത് ലംഘിക്കുന്നു. അതെല്ലാ യുദ്ധങ്ങളിലും അത് തന്നെയാണ്. ഇപ്പോൾ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധമായിക്കോട്ടെ അല്ലെങ്കിൽ ഇസ്രായേൽ ഗാസ എന്ത് തന്നെയാണെങ്കിലും വെടിനിർത്തൽ കരാർ ഉണ്ട് എന്നുള്ള തിരികെ അവിടെ ലംഘനം നടക്കാറുണ്ട്. വെടിനിർത്തൽ കരാർ ലംഘനം നടക്കാറുണ്ട്, അതിൽ ആക്രമണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് ഈ മിസൈൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ 3 പേർക്ക് മറ്റോ പരിക്കേറ്റു, ഒരു കുട്ടി അടക്കമുള്ളവർക്കാണ് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണ പരിക്കേറ്റത് എന്നുള്ള വാർത്ത നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. എന്തായാലും അത്ര നല്ലതല്ല ഈ യുദ്ധത്തിന്റെ പ്രത്യാഘാതം എന്നുള്ളതാണ്. അത് എന്തായാലും ജീവജാലങ്ങൾക്ക് മാത്രം മനുഷ്യരെന്ന് പറയുന്ന ഒരു വർഗത്തിന് തന്നെ വലിയ വിപത്താകുകയാണ് ഈ യുദ്ധം എന്ന് പറയുന്നത്. ലോകത്തെ ആകം മുൾമുനയിൽ നിർത്തുകയാണ് ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത. അതാണ് അടുത്തൊരു ബിസിനസ് ന്യൂസ് ആണ്. 38,000 രൂപയ്ക്ക് 1 പവൻ സ്വർണം കിട്ടും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷെ സത്യമായിട്ടുള്ള കാര്യമാണ്, 38,000 രൂപയ്ക്ക് സ്വർണം കിട്ടും. അതെങ്ങനെയാണെന്നല്ലേ, നമ്മുടെ സാധാരണ ഇപ്പോൾ 1 പവൻ സ്വർണത്തിന് വില എത്രയാണ്? 1,04,000 രൂപയാണ് ഇന്ന് 1 പവൻ്റെ സ്വർണം. 1,04,000 രൂപയായിരുന്നു ഇന്നലെ വരെ 1 പവൻ സ്വർണത്തിന് വില. ഈ 1 പവൻ സ്വർണം എന്ന് പറയുന്നത് 24 ക്യാരറ്റാണ്. നമ്മൾ കടയിൽ പോയി വാങ്ങാൻ നിൽക്കുമ്പോൾ 22 ക്യാരറ്റാണ് തരിക. അതായത് 916, അതായത് 99.6% സ്വർണം, ബാക്കിയെല്ലാം ചെമ്പും പിച്ചടെല്ലാം മിക്സ് ആക്കിയ സ്വർണ്ണമാണ് തരിക. അതാണ് 916. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് നിർമ്മല സീതാരാമൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ഞങ്ങൾ 18 ക്യാരറ്റ് സ്വർണ്ണടക്കം ഇനിയിപ്പോൾ വിപണിയിൽ എത്തിക്കും. വിപണിയിൽ ആൾറെഡി ഉണ്ട്, പക്ഷെ അതിനെന്തായാലും നമുക്ക് വാങ്ങി അതൊരു അസറ്റായിട്ട് എടുത്തു വെക്കാൻ പറ്റില്ല. കാരണം പണയം വെക്കുമ്പോഴും അതൊന്നും എടുക്കില്ലായിരുന്നു, കാരണം 18 ക്യാരറ്റ് ആയതുകൊണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങനെയല്ല, 18 ക്യാരറ്റ് സ്വർണ്ണം അടക്കം നിങ്ങൾക്ക് കിട്ടും. 18 ക്യാരറ്റ് മാത്രമല്ല 14 ക്യാരറ്റിൻ്റെ സ്വർണ്ണം അടക്കം കിട്ടും. അപ്പോൾ 14 ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില 1 പവന് എങ്ങനെ പോയാലും 38,000 രൂപയായിരിക്കും ഇനി ഉണ്ടാവുക. അതുപോലെ സംസ്ഥാനത്തിന് 18 ക്യാരറ്റ് സ്വർണത്തിന് ഏകീകൃത വില വരുന്നു. ഇതുവരെ വ്യവസ്ഥാപിതമായ വിലകളാണ് പല ജ്വല്ലറികളും ഈടാക്കിയിരുന്നത്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ 18 ക്യാരറ്റ് സ്വർണത്തിന് എല്ലാ കടകളിലും ഒരേ വില തന്നെയായിരിക്കും ഇനി ഉണ്ടാവുക. ഇനിയിപ്പോൾ നമുക്ക് ഈ അയോധ്യയിലേക്കൊന്ന് പോവാം. അയോധ്യയിലെ ഒരു വാർത്തയാണ്. അയോധ്യ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട കേന്ദ്ര UP സർക്കാരുകളുടെ മറുപടി തേടി സുപ്രീം കോടതി. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കേട്ടോ, ഈ UP സർക്കാരിനും അതുപോലെ കേന്ദ്ര സർക്കാരിനും മറുപടിയില്ല, മൗനമാണെന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ട് മൗനം അവിടെ, എന്തുകൊണ്ടാണ് അവിടെ മറുപടി ഇല്ലാത്തത് എന്നുള്ളൊരു ചോദ്യം നമ്മൾ വിശകലനം ചെയ്തതാണ്, നമ്മൾ ആരോപിച്ച ഒരു ചോദ്യമാണ്. അത് തന്നെയാണ് ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ ആയിട്ട് തന്നെ ഇന്ന് മനോരമയിൽ വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും കൃത്യമായി വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ, അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയടിച്ചെന്ന കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ സുപ്രീം കോടതി കേന്ദ്ര UP സർക്കാരുകളുടെ മറുപടി തേടി. ക്ഷേത്ര നടത്തിപ്പിന്റെ ചുമതലയുള്ള ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റും പ്രതികരണം അറിയിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് അറിയിച്ചു. കേസന്വേഷണത്തിൽ തൽസ്ഥിതി കോടതിയെ അറിയിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അന്വേഷണ സംഘത്തിലെ അംഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും റിപ്പോർട്ടിന്റെ ഭാഗമാക്കാനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. കൃത്യമായ രീതിയിൽ അന്വേഷണങ്ങൾ വേണം. എന്തായാലും ഇത്രയും വലിയൊരു കൊള്ള നടന്നതല്ലേ, അന്വേഷണം പുരോഗമിക്കട്ടെ. അന്വേഷണത്തിനകത്ത് കൃത്യമായ രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് അന്വേഷണം
എത്തി നിൽക്കട്ടെ എന്നേ ഇപ്പോൾ പറയാൻ പറ്റൂ. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അന്വേഷണങ്ങളിൽ പ്രഡിക്റ്റ് ചെയ്യുന്നത് ശരിയല്ല. അതായത് തെറ്റ് ചെയ്യാത്ത ആളുകളിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് കൃത്യമായ രീതിയിലുള്ളൊരു നടപടി ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയല്ലേ. അന്വേഷണം പുരോഗമിച്ച് ഒരു കൃത്യമായ നടപടിയിലേക്കും അന്വേഷണ ക്രമങ്ങളിലേക്കും ഒക്കെ കടന്ന് അതൊന്ന് ഒരു കൺക്ലൂഷനിലേക്ക് എത്തട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. എന്തായാലും കോടതി ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ടല്ലോ. എന്തായാലും അന്വേഷണം പുരോഗമിക്കട്ടെ. അടുത്തൊരു ബിസിനസ് ന്യൂസ് ആണ്. ഇപ്പൊ IPOന്റെ സീസൺ ആണല്ലോ. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആൾക്കാർ ഷെയർ വാങ്ങുന്നതിന് വരെ IPO ആണ് വാങ്ങുന്നത്. അപ്പൊ ആ IPO ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. FBI മ്യൂച്വൽ ഫണ്ട് IPO ഇന്ന് മുതൽ തുടങ്ങുകയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയായ FBI ഫണ്ട്സ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെ 11,000 കോടി രൂപയുടെ IPOയ്ക്ക് ചൊവ്വാഴ്ച തുടക്കമാകും. നിലവിലെ നിക്ഷേപരായ SBIയുടെയും അമൗണ്ടിയുടെയും ചേർന്നിട്ട് 10% ഓഹരികളാണ് വിറ്റഴിക്കുന്നത്. ₹1 മുഖവിലയുള്ള ഓഹരിക്ക് 545 രൂപ മുതൽ 574 രൂപ വരെയാണ് വില. 26 ഓഹരികളുടെ ഗുണിതങ്ങളായി 16 വരെ അപേക്ഷിക്കാം. അപ്പോൾ ഇന്ന് മുതൽ 16-ാം തീയതി വരെ നിങ്ങൾക്ക് എന്തായാലും ഷെയർ വാങ്ങാൻ പറ്റും. IPOൻ്റെ എന്തായാലും 500 രൂപയുടെ താഴെയുള്ളൂ. വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങുകയാണെങ്കിൽ അത് പിന്നെ ഷെയറിലേക്ക് ഇൻവെസ്റ്റിലേക്ക് മാറ്റുമ്പോൾ നല്ലൊരു ലാഭം തന്നെയായിരിക്കും നിങ്ങൾക്ക് വരിക. കാരണം അത് മാറുമ്പോൾ 500-ന്ന് അത് 5000 ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ FBI എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ ആയതുകൊണ്ട് തന്നെ അതൊരു വലിയ പാവപ്പെട്ടവൻ്റെ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. അത് റിച്ച് പീപ്പിൾസിൻ്റെ ലക്ഷറി ആയിട്ടുള്ള ഒരു ബാങ്കായിട്ടും അസറ്റ് മാനേജ്മെന്റ് കമ്പനി ആയിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കും അതിൻ്റെ ഒരു ഗുണം എന്തായാലും കിട്ടിയിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഈ തിരുവനന്തപുരത്തേക്ക് കൂടി ഒന്ന് പോയി, അയോധ്യയിലേക്ക് പോയതല്ലേ, ഇനി ഒരു തിരുവനന്തപുരത്തെ യാത്രയിലേക്ക് കൂടി കടക്കാം. ഇപ്പോൾ ഈ BJP കൗൺസിലർ സുഗതന്റെ ഒരു കേസ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനെ ആകെ ഒന്ന് പിടിച്ചു കുലുക്കിയ വിവാദമായിരുന്നു. BJPക്ക് ആകെ വലിയ പ്രതിരോധത്തിലായ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതിനു പുറകെ എന്തൊക്കെ പ്രതിഷേധങ്ങളും വലിയ ആക്രമണങ്ങളുമാണ് കോർപ്പറേഷനിൽ അരങ്ങേറിയത്. അപ്പോൾ നമ്മൾ അതിന്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്, നേർക്കാഴ്ചകളാണത്. അപ്പോൾ അങ്ങനെ ഒരു വാർത്തയിലേക്കാണ്. BJP കൗൺസിലർ സുഗതന ഇന്ന് ജയിലിൽ സത്യപ്രതിജ്ഞ. അതായത് സംസ്ഥാനത്ത് ആദ്യമായി ജനപ്രതിനിധിയുടെ സത്യപ്രതിജ്ഞ ജയിലിൽ. കാപ്പ കേസിൽ തടവിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ R സുഗതന ഇന്ന് വിയൂർ സെൻട്രൽ ജയിലിൽ സത്യപ്രതിജ്ഞയ്ക്ക് സൗകര്യമൊരുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. തടവുകാർക്ക് പരിശീലനം നൽകുന്ന ഹാളിൽ രാവിലെ 11-നാണ് ചടങ്ങ്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രതി, അതായത് ഇത്തരത്തിലൊരു ജനപ്രതിനിധി അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ജയിലിനുള്ളിൽ ആകുന്നത് എന്നുള്ളതാണ് അതിനകത്തെ വാർത്തയാണ്. എല്ലാം വാർത്തകളാണ്. ഈ വാർത്തകൾക്കുള്ളിലെ വാർത്തയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. പ്രധാനപ്പെട്ട വാർത്ത, ദൈവങ്ങളുടെയും ബലിദാനികളുടെയും ഭാരതാംബയുടെയും നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന് കോർപ്പറേഷനിലെ 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ് ഹൈക്കോടതി അസാധുവാക്കിയത്. സുഗതൻ ഒഴികെ 19 പേർ കഴിഞ്ഞ മാസം 24-ന് രണ്ടാം പ്രതിജ്ഞ ചെയ്തിരുന്നു, അതായത് രണ്ടാം സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇത്തരത്തിൽ ദൈവങ്ങളുടെ പേര് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതാണ് പ്രശ്നമായത്. മാത്രമല്ല ഇനിയിപ്പോൾ ഈ ഹൈക്കോടതിയുടെ അതായത് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവിനെ വലിയ രീതിയിൽ മാറ്റിമറിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഓൺലൈൻ മാധ്യമങ്ങൾ നൽകുന്നു എന്നുള്ളൊരു ഹൈക്കോടതിയുടെ വലിയ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഒരു വിമർശനം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ കൃത്യമായ രീതിയിലാണ് വാർത്ത നൽകിയതെന്ന് അടക്കമുള്ള കാര്യങ്ങളും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ആകെ ഒരു സമയത്ത് വലിയ ഞെട്ടലുളവാക്കിയ ഒരു വാർത്തയായിരുന്നു ഈ നെന്മാറ ഇരട്ടക്കൊല എന്ന് പറയുന്നത്. ചെന്താമര, അതായത് പ്രതി ചെന്താമര കുറ്റക്കാരൻ, ശിക്ഷയിൽ വാദം. അപ്പോൾ ഈ തൂക്കിക്കൊല്ലാൻ വിധിക്കാം എന്നുള്ളതാണ്. അതായത് ഈ കോടതിയിൽ ഭാവഭേദമില്ലാതെ ചെന്താമരയുടെ പ്രതികരണം. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി. മുൻപ് നടന്ന നെന്മാറ സജിത വധക്കേസിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയായിരുന്നു പ്രതി. ഈ ശിക്ഷയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ജഡ്ജിയുടെ ചോദ്യത്തിന് ഒന്നും പറയാനില്ലെന്നായിരുന്നു ചെന്താമരയുടെ ആദ്യ പ്രതികരണം. മാത്രമല്ല വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് കേട്ടോ ആ മറുപടികളൊക്കെ നൽകുന്നത്. ഇപ്പോൾ തന്നെ ഇതിൽ പറയുന്നുണ്ട്, വധശിക്ഷ ഉൾപ്പെടെ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയപ്പോൾ തൂക്കിക്കൊല്ലാൻ വിധിക്കാം എന്ന ഭാവഭേദമില്ലാതെ പ്രതികരിച്ചു. അതായത് യാതൊരു തരത്തിലുമുള്ള ഒരു പശ്ചാത്താപം തോന്നാത്ത ഒരു വ്യക്തി എന്നുള്ളതാണ് അത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രതി വീണ്ടും കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് കോടതി ചൂണ്ടിക്കാട്ടിയപ്പോൾ ഞാൻ ഗാന്ധിജിയെ പോലെയല്ല, കിട്ടിയാൽ കൊടുക്കും എന്നായിരുന്നു മറുപടി. അവനവന് വരുമ്പോഴേ വേദന അറിയൂ, നിങ്ങൾക്ക് ഇതുവരെ അതുണ്ടായിട്ടില്ല, ഞാനായി പോവില്ല, വന്നാൽ വിടുകയുമില്ല. ഇങ്ങനെയാണ് പ്രതിയുടെ പ്രതികരണം. അപ്പോൾ ഈ 2019 ഓഗസ്റ്റിൽ 2019 നടന്നതാണ് കേട്ടോ. 2019 ഓഗസ്റ്റ് 31-നാണ് സജിതയെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ പ്രതി 2025 ജനുവരി 27-ന് സജിത
വൈദ്യുതിയുടെ ഭർത്താവ് സുധാകരനെയും ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തി. അത്തരത്തിലുള്ളൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ഇപ്പോൾ കടന്നത്. അതിനെക്കുറിച്ചാണ് വിശദമായി പറഞ്ഞത്. ഈ പ്രതി എന്തായാലും, അതായത് ചന്താമര പ്രതിയാണ്, അദ്ദേഹത്തിന് യാതൊരു കുലുക്കവുമില്ല, അയാൾക്ക് യാതൊരു കുലുക്കവുമില്ല കോടതിയിൽ നിന്നിട്ട് പോലും എന്നുള്ളതാണ് ആശ്ചര്യം. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ മറ്റൊരു വാർത്തയുണ്ട് കേട്ടോ. ഈ കണ്ണൂരിൽ 5 പേര് യുവാക്കൾ മരണപ്പെട്ടു എന്നുള്ള വാർത്ത, വാഹനാപകടത്തിൽ. അതെ, വിവാഹത്തിൽ പങ്കെടുക്കുവാനായിട്ട് ബംഗളൂരുവിൽ നിന്ന് എത്തിയതായിരുന്നു അവർ. അപ്പോൾ ഈ കഴിഞ്ഞ 11-ന് നടന്ന അപകടമായിരുന്നു അത്. അപ്പോൾ ഈ ദുരന്ത കാരണം ഹൈബീം ലൈറ്റും റോഡിലെ സുരക്ഷാ പോരായ്മയുമാണെന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് വന്നിട്ടുള്ളത് അന്വേഷണത്തിന്റെ. അപ്പോൾ ഗുരുതര സുരക്ഷാ പോരായ്മയാണെന്നാണ് പ്രാഥമിക റോഡ് സുരക്ഷാ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. കാറിലെ എയർ ബാഗുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മരത്തിലുണ്ടായ അതിശക്തമായ ഇടിയുടെ ആഘാതം കുറയ്ക്കാൻ അവ മാത്രം മതിയായിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ റോഡിൽ നിന്ന് നിയന്ത്രണം വിട്ട കാർ നേരെ റോഡരികിലെ മരത്തിലേക്ക് ഇടിച്ചതോടെ അതിശക്തമായ ആഘാതമാണ് ഉണ്ടായത്. അപ്പോൾ എയർ ബാഗുകൾ കൊണ്ടൊന്നും രക്ഷയില്ലായിരുന്നു. അങ്ങനെയാണ് ആ ഒരു അപകടത്തിലേക്ക് നയിക്കപ്പെട്ട കാരണമാണ് ഇന്നിപ്പോൾ ഈ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത്, പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. ഒരു കാറ് 90 കിലോമീറ്റർ സ്പീഡിന് മേലെ പോയാലാണ് എയർ ബാഗും കൊണ്ട് ഗുണമില്ലാണ്ടാവുള്ളൂ. അപ്പോഴും എയർ ബാഗിൽ രക്ഷപ്പെടുന്നവരുണ്ട്. അപ്പോൾ അതിലും സ്പീഡ് പോകുമ്പോഴാണ് നിൽക്കണ മരത്തിലിടിച്ചിട്ട് ഇതായത്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അശ്രദ്ധ തന്നെയാണ്, അത് കൃത്യമായ വീഴ്ചയാണ്, അശ്രദ്ധയാണ്. അത് തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നതും. അതെ, ഇത്രയും സ്പീഡിൽ വണ്ടി ഓടിക്കാനും പാടില്ല. നിയമവശങ്ങൾ കൂടി നമ്മൾ നോക്കണമല്ലോ. എന്ത് അത്യാവശ്യമുണ്ടെങ്കിലും വിവാഹം എന്നൊക്കെ പറയുന്നത് അത്ര ഓടിച്ചെല്ലേണ്ട ഒരു, അതായത് നമ്മൾ ഗുരുതരമായി പെട്ടെന്ന് തന്നെ ഓടിച്ചെല്ലേണ്ട അത്യാഹിത സംഭവമൊന്നുമല്ല. അതുകൊണ്ട് ഇത്രയും ദൂരം അല്ലെങ്കിൽ ഇത്രയും വേഗതയിൽ അല്ലെങ്കിൽ ഇത്രയും ധൃതി പിടിച്ചു പോവേണ്ടതിന്റെ അനിവാര്യതയില്ലായിരുന്നു. കുറച്ചൊക്കെ സൂക്ഷിക്കണം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്ത് ലക്ഷ്യത്തിലേക്കാണെങ്കിലും എന്ത് കാര്യങ്ങൾക്കാണ് പോകുന്നതെങ്കിലും റോഡിലെ നിയമങ്ങളും മറ്റും പാലിച്ചുകൊണ്ട് നമ്മുടെ സുരക്ഷയും, അതുപോലെ തന്നെ എതിർവശത്തുനിന്ന് വരുന്ന വണ്ടികളിലും ഉണ്ട് ജീവനുകൾ, അവരുടെ സുരക്ഷയും നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച കാരണം ഒരു ജീവൻ പൊലിയാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അശ്രദ്ധമായ രീതിയിൽ വാഹനങ്ങൾ ഓടിക്കാതിരിക്കുക, കൃത്യമായ മുൻകരുതലുകളും അതുപോലെ തന്നെ കൃത്യമായ ക്രമീകരണങ്ങളും ഒക്കെ വണ്ടിയിലുണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ അത് അനുസരിച്ച് മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ ദൂരത്തിന്റെ കാര്യം പറഞ്ഞത്, വേഗതയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മിതമായ വേഗതയിൽ അല്ലെങ്കിൽ കൃത്യമായ വേഗതയിൽ പോവുക. അപകടങ്ങളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു മാറാൻ നമ്മൾ തന്നെ ശ്രമിച്ചാൽ നടക്കുന്നതേ ഉള്ളൂ. അതിന് അത്രയേ ഉള്ളൂ. ഈ ഒരു വാർത്തയിൽ നിന്ന് നമുക്കൊരു സന്ദേശമായിട്ട് പറയാനുള്ളത് തന്നെയാണ്. അമിത വേഗത കുറയ്ക്കുക, അശ്രദ്ധമായി ഓടിക്കാതിരിക്കുക, കൃത്യമായ കാര്യങ്ങൾ പാലിക്കുക. ഇനി പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട് കേട്ടോ. ഈ കുരുന്നുകളുടെ ജീവനാണ് കയ്യിൽ അടിച്ചിട്ട് പിടിക്കേണ്ട ഈ വളയം. അതായത് വാഹനങ്ങൾ, ഈ സ്കൂൾ ബസ്സുകളും മറ്റും വാനുകളും ഒക്കെ ഓടിക്കുന്ന ആളുകൾ മദ്യപിച്ച് വൈകുന്നേരങ്ങളിലായിരിക്കുമല്ലോ, രാവിലെയും വൈകുന്നേരങ്ങളിലും ആയിരിക്കുമല്ലോ ഇവർക്ക് ഓട്ടം സ്വാഭാവികമായിട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ മദ്യപാനം ഒഴിവാക്കുക, മദ്യപിച്ച് ഓടിക്കാതിരിക്കുക. ഒരുപാട് കുട്ടികൾ വാഹനങ്ങളിൽ, അതായത് ഈ ബസ്സൊക്കെ ആകുമ്പോൾ സ്കൂളുകളിലെ ബസ്സാണെങ്കിലും കുഞ്ഞു കുട്ടികൾ അടങ്ങുന്ന ചെറിയ വാഹനങ്ങളിലുമൊക്കെയാണ് സ്കൂൾ കുട്ടികളുടെ യാത്ര. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്കൂൾ കോളേജ് വാഹനങ്ങളിൽ പരിശോധന, മദ്യപിച്ചെത്തിയ 17 ഡ്രൈവർമാർ പിടിയിലായവരുടെ ലൈസൻസ് റദ്ദാക്കിയേക്കും. കൃത്യമായ നടപടിയാണ്. കാരണം ഇനി ലൈസൻസിന്റെ ആവശ്യമില്ല. കാരണം അത് നമ്മൾ മുമ്പ് പറഞ്ഞത് തന്നെയാണ്. കൃത്യമായ രീതിയിൽ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ടല്ലോ. ഒരു വാഹനം ഓടിക്കുമ്പോൾ ആ വാഹനത്തിലിരിക്കുന്ന ഒരുപാട് കുട്ടികൾ, ഇപ്പോൾ ബസ്സൊക്കെ ആണെങ്കിലും ബസ്സിന്റെ ഡ്രൈവർക്കാണ് അതിനകത്ത് കൂടുതൽ ചുമതല എന്ന് പറയുന്നത്. കാരണം ആ ഒരു വ്യക്തിയുടെ കൈകളിലാണ് പുറകിലിരിക്കുന്ന ആളുകളുടെ ഒക്കെ ജീവൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുട്ടികളുടെ കാര്യമാണെങ്കിലും മുതിർന്നവരുടെ കാര്യമാണെങ്കിലും ഒക്കെ ജീവനുകളാണ്. അതുകൊണ്ട് അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ സ്കൂളിലേക്കും കോളേജുകളിലേക്കും എത്തിക്കുന്ന വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ മദ്യപിച്ചെത്തിയ 17 ഡ്രൈവർമാർ ജില്ലയിൽ പിടിയിലായി. കോട്ടയത്താണ് കേട്ടോ. ഇന്നലെ രാവിലെ 6 മുതലായിരുന്നു പരിശോധന. 488 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായി 1229 ഡ്രൈവർമാരെയാണ് പരിശോധിച്ചത്. പിടിയിലായവരിൽ 8 പേരും കോട്ടയം സബ് ഡിവിഷൻ പരിധിയിൽ നിന്നാണ്. കുമരകം, കോട്ടയം ഈസ്റ്റ് സ്റ്റേഷൻ പരിധികളിൽ നിന്നാണ് 3 പേരെ വീതം പിടികൂടിയത്. അപ്പോൾ ഓർത്ത് നോക്കൂ, ഈ കുട്ടികളുടെ കാര്യമാണെങ്കിൽ പോലും അത് നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ഇത്തരം നിയമങ്ങളെ എടുക്കുന്നതെന്നുള്ളതാണ്. ഒരു കുഴപ്പവുമില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ പിടിയിലായവരുടെ ലൈസൻസ് റദ്ദാക്കിയത് എന്തായാലും നന്നായി. ഇത്തരത്തിലുള്ള നടപടികൾ വരുമ്പോൾ ലൈസൻസ് ഇല്ലെങ്കിൽ പിന്നെ ഓടിക്കില്ലല്ലോ. ഇനി അങ്ങനെയുള്ള ഒരു അപകടത്തിലേക്ക് സാധ്യതയില്ലല്ലോ. എന്തായാലും നല്ല നടപടിയാണ്, കൃത്യമായ നടപടിയാണ്, വൃത്തിയുള്ള നടപടിയാണെന്ന് മാത്രമേ അതിന് പറയാനുള്ളൂ. അടുത്ത സ്പോർട്സ് ന്യൂസ് ആണ്. സ്പോർട്സിൽ ഇപ്പോൾ ഫുട്ബോൾ ആണെന്ന് എല്ലാവർക്കും അറിയാം. നാളെയാണ് സെമി ഫൈനൽ എന്നും എല്ലാവർക്കും അറിയാം. അപ്പോൾ നാളെ രാത്രി 12:30 കളി. സ്പെയിനും ഫ്രാൻസും ആണ്. മിക്കവാറും ഫ്രാൻസ് ജയിക്കാനാണ് സാധ്യത എന്ന് എല്ലാവരും പറയണത്. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. കാരണം എംബാപ്പയാണ് ഉള്ളത്. പിന്നെ മറ്റന്നാൾ ബുധനാഴ്ച ഇംഗ്ലണ്ടും അർജന്റീനയുടെയും കളിയാണ്. രണ്ടും കട്ടക്കുള്ള ടീമാണ്, ഹാരി കെയ്നും മെസ്സിയും. ഹാരി കെയ്ൻ ഒട്ടും മോശമായ ആളല്ല, പക്ഷെ നമ്മൾ അങ്ങനെ ഒരുപാട് ആരാധിക്കുന്ന ഒരു വ്യക്തിയല്ല. മെസ്സിയെ പോലെ ആരാധിക്കുന്ന ഒരു വ്യക്തിയല്ല ഹാരി കെയ്ൻ എന്തായാലും. പക്ഷെ നല്ലൊരു കളി തന്നെ ആയിരിക്കും അവരുടെ, ഭയങ്കര ഒരു സ്ട്രോങ് ആയിരിക്കും. എന്തായാലും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്.
അത്രയൊക്കെ തന്നെ സ്പോർട്സ് ന്യൂസിലുള്ളൂ എന്തായാലും മെയിനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഏകദേശം എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും കടന്നു. അതായത് വലിയ രാഷ്ട്രീയ വാർത്തകളിലേക്കല്ല നമ്മൾ ഇന്ന് പോയത്. സാധാരണക്കാരെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരെ ബാധിക്കുന്ന, ഇപ്പോൾ ഈ കുട്ടികളുടെ കാര്യങ്ങൾ പറഞ്ഞു, മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തങ്ങളുടെ കുട്ടികൾ വാഹനങ്ങളിൽ പോകുമ്പോൾ രാവിലെ വണ്ടിയിൽ കയറ്റി വിടുന്ന മാതാപിതാക്കൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. കൃത്യമായ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തന്നെ കുട്ടികളെ സുരക്ഷിതമായി പറഞ്ഞയക്കുക അല്ലെങ്കിൽ സ്കൂളിലേക്ക് വിടുവാനുള്ള ഒരു മുൻകരുതൽ എടുക്കുക, അതിൽ ശ്രദ്ധ കൊടുക്കുക എന്ന് മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് വാർത്തകളെ കുറിച്ച് നമ്മൾ ഇന്ന് പറഞ്ഞു. രാഷ്ട്രീയ വാർത്തകളൊക്കെ പരമാവധി ഒഴിവാക്കി കേട്ടോ. രാഷ്ട്രീയം എന്ന് പറയുന്നത് ചിലർക്ക് മാത്രമേ പിടിക്കൂ. സാധാരണക്കാരായ ആളുകൾക്ക് അവരെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അവരെ മോശമായി ബാധിക്കുന്ന വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വാർത്തകളെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ വിശകലനം ചെയ്തത്. അതുപോലെ തന്നെ കായിക വാർത്തകളിലേക്കും കായികാസ്വാദകരിലേക്ക് എത്താനുള്ള കായിക വാർത്തകളിലേക്ക് നമ്മൾ വിശകലനം ചെയ്തു. എന്തായാലും പത്രവാർത്താസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി.